ഹായ് ഫ്രണ്ട്സ്, വിവോയുടെ വൈ സീരീസിനകത്ത് ഏറ്റവും വില കൂടിയ മോഡലാണ് വിവോ Y75 5G എന്ന് പറയുന്നത്. ഇതൊരു 5G ഡിവൈസ് ആണ്. അതുപോലെ തന്നെ വിവോയുടെ വൈ സീരീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് വരുന്ന ഫോണുകളാണ്. അതിനകത്ത് തന്നെ ഏറ്റവും വില കൂടിയ ഫോൺ അല്ലെങ്കിൽ വിവോയുടെ വി സീരീസിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു റേറ്റിൽ വരുന്ന ഒരു മോഡലാണ് വിവോ Y75 എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 21,990 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയൊരു മോഡലാണത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ കുറേ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പുതിയ ടെക് അപ്ഡേറ്റുകളും പുതിയ അൺബോക്സിങ് വീഡിയോസും റിവ്യൂസൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ ഞാൻ എല്ലാ വീഡിയോയ്ക്കും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ കൺഫ്യൂഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ട ഫോണുകളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരത്തിൽ ഫോണുകളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഷോപ്പിനകത്ത് ഫോൺ സെയിലില്ല, ഇവിടെ സർവീസ് മാത്രമേ ഉള്ളൂ. കുറേ പേര് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. എൻ്റെ ഷോപ്പിനകത്ത് റിപ്പയറിങ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ടെക്നീഷ്യനാണ്, ഞാൻ സർവീസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആക്സറീസും ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ ബന്ധപ്പെട്ട് കൺഫ്യൂഷനോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആസ് എ ടെക്നീഷ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ട നല്ല രീതിയിലുള്ള ഫോണുകൾ സജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ പിന്നെ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് വിവോ Y75 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൽ തന്നെ വിവോ Y75 മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്, 5G എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ലോഗോ പോലെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊന്നും വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, ഈ ഫോണിൻ്റെ MRP ഡീറ്റെയിൽസ് 25,990 രൂപയാണ് ഈ ഫോണിൻ്റെ MRP എന്ന് പറയുന്നത്. MRP ആണ്, റേറ്റ് എത്രയില്ല. പിന്നെ 5Gയുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8GB RAM പ്ലസ് 4GB RAM എക്സ്റ്റൻഡ് റാം, അങ്ങനെ മൊത്തം 12GB RAM എഫക്റ്റീവ് റാമുള്ള ഒരു മോഡലാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയുടെ കൂടെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സാർ വാല്യൂ, അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ IMEI നമ്പർ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ ഗ്ലോബിംഗ് ഗാലക്സി എന്ന് പറയുന്ന ഒരു കളറാണ്. 8GB RAM 128GB ആണ് ഈ ഫോണിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഒറ്റ വേരിയൻ്റാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ സാധാരണ അൺബോക്സിങ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഓപ്പണാക്കി പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യാറ്. ഓപ്പണാക്കി കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കും ക്യാമറ ഒക്കെ എങ്ങനെയുണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണിനെ കുറിച്ച് ഞാൻ റിവ്യൂ പോലും യൂട്യൂബിനകത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ചെറിയ ബോക്സ് ഉണ്ടായിരിക്കും. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഒരു ബാക്ക് പോച്ച് വരുന്നുണ്ട്, അതുപോലെ വാറണ്ടി പേപ്പേഴ്സ്, യൂസർ മാനുവലൊക്കെ ഇതിനകത്താണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു ബോക്സ് ഡിസൈൻ ആയതുകൊണ്ടായിരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പോച്ച് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു ക്യാമറയോടൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല പൗച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിവോ Y75 എന്ന് പറയുന്ന മോഡൽ. നമുക്കത് മാറ്റി വയ്ക്കാം. ലുക്കിനകത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തൊട്ട് മുൻപത്തെ നമുക്ക് വിവോ T1 നല്ല രീതിയിലൊരു സാദൃശ്യം ഉണ്ട് കേട്ടോ. അത് മാറ്റി വയ്ക്കാം. ഇവിടെ അതിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നോർമലായിട്ട് കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ ഫോണിനകത്തും ഒരു 18 വാട്ടിലും വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് ടൈപ്പ് C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇയർഫോൺ വരുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. വിവോയുടെ ഈ ഒരു ഫോണായാലും Y സീരീസ് ആയാലും നമുക്ക് ഇതിനകത്ത് ഇയർഫോണും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനുള്ളിൽ കൂടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിവോ Y75 5G എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് കളറിലാണ് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ഓരോ ആംഗിൾ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ കളറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിങ്ക്, ഒരു റോസ് കളറൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ്, അതുപോലെ അങ്ങനെ പല ആംഗിളുകളിൽ പല കളറാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷാണ്. നമുക്ക് അതിനകത്തുള്ള അഴുക്കുകളോ ഒന്നും ഫിംഗർ പ്രിൻ്റോ ഒന്നും ഇതിനകത്ത് പതിയില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് പോച്ച് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കൊന്നും ഒരു തുടച്ചോളോ, അല്ലെങ്കിൽ ഒരു കുത്തും സൺ ഫംഗസ് ഒക്കെ വരും, പിന്നെ തുടച്ചാലും പോവില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. ക്യാമറ ഒക്കെ നല്ല ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ആരായാലും നോക്കുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഭംഗിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ തൊട്ട് മുൻപത്തെ വിവോ T1 നല്ല രീതിയിൽ സാദൃശ്യമുണ്ട് ഇതിൻ്റെ ക്യാമറയ്ക്ക്. 3 ക്യാമറകൾ നല്ല ഭംഗിയിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ട്രിപ്പിൾ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. 5Gയുടെ ലോഗോ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ കാര്യം കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. ഇതൊരു ബോക്സി ഡിസൈൻ ഉണ്ടോ, കൈനകത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു ബോക്സി ഫീലാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇതിങ്ങനെ നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കില്ല.
അത്രയ്ക്ക് ഫ്ലാറ്റ് ഒന്നുമല്ല, എന്നിരുന്നാലും ഒരു ബോക്സ് ഡിസൈനാണ്. താഴെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5 ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, സ്പീക്കർ ഗ്രില്ലുകൾ വരുന്നുണ്ട്, സൈഡിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്, അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്, മുകളിലായിട്ട് സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്, സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഫിസിക്കലി പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൊള്ളാം, ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഫ്ലാറ്റാണ്, ഒന്നുമില്ല ഇവിടെ. അപ്പോൾ കൊള്ളാം, നല്ല ഒരു ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ ഓൺ ചെയ്തപ്പോൾ ഇവിടെ വിവോ 5G എന്ന് ഇത് കാണിക്കുന്നുണ്ട്, പവേഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫോൺ ഓണായി വരാൻ കുറച്ച് നേരം പിടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഞാൻ ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഓണാക്കി ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാനത് വീഡിയോസ് ചെയ്യാറ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചത്. അപ്പോൾ ഈ സെറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടച്ചൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ. ടച്ചും അതുപോലെ ഈ ഒരു സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഒഴുകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ സാധാരണ കുറച്ച് ഫോണുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ജസ്റ്റ് ഈ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഫോൺ ഹാങ് ആവോ ലാഗ് ആവോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇത് നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് പോകുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫോൺ Y75 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഞാൻ ബ്രൈറ്റ്നസ് അധികം കൂട്ടുന്നില്ല, കാരണം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിനകത്ത്, അതായത് മൊബൈലിനകത്താണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനൊരു പകുതി കിടുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കാണില്ല. ഇപ്പോൾ നമ്മൾ പകുതി ബ്രൈറ്റ്നസ് ഇടുമ്പോൾ ഇതിൻ്റെ ഹോം ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട്. സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും ഒരു വിസിബിലിറ്റി ഒന്നും യാതൊരു പ്രശ്നങ്ങളില്ല, നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ വൈസ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്ന് പറയുന്നത് 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോൾഡ് എന്നല്ല, സാധാരണ ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ നമ്മൾ തീർച്ചയായും ഒരു അമോൾഡ് ഡിസ്പ്ലേ പ്രതീക്ഷിക്കാറുണ്ട്. കാരണം തൊട്ട് മുൻപത്തെ Y73 ഒക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു അമോൾഡ് ഡിസ്പ്ലേ ആയിരുന്നു, നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള മോഡലായിരുന്നു Y73 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു അമോൾഡ് ഡിസ്പ്ലേ അല്ല എന്ന് പറയുന്ന ഒരു കുറവ് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. മോജ് ഉണ്ട്, അതുപോലെ തന്നെ ജോഷ് ഉണ്ട്, അതുപോലെ ക്രെഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ഫീച്ചറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ നല്ലൊരു സ്മൂത്തായിട്ടെല്ലാം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട് ചോയ്സ് 12 ആണ് വരുന്നത്, അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ് വരുന്നത്. അതിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണത്. ഈ ഫോൺ ഇറങ്ങുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് 12 വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആൻഡ്രോയിഡ് 13 14 ഒക്കെ അപ്ഡേറ്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വിവോയുടെ തന്നെ ഏറ്റവും പുതിയ OS ആയിട്ടുള്ള ഫണ്ട് ചോയ്സ് 12 വരുന്നുണ്ട്. ഇവിടെ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 8GB റാമും പിന്നെ 4GB നമുക്ക് എക്സ്റ്റൻഡ് റാമും കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 4GB റാം വരെ നമുക്ക് ഫോൺ സ്ലോ ആയി കഴിഞ്ഞാൽ, ഇപ്പം നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ എന്തെങ്കിലും സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റാം കൂട്ടാനും കാര്യങ്ങളൊക്കെ പറ്റും. 128GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Dimensity 700 എന്നാണ്. ഇത് ഒരു ഗംഭീര ഒരു ചിപ്സെറ്റ്, ഒരു വലിയൊരു ഗെയിമിംഗ് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് Dimensity 700 എന്ന് പറയുന്നത്. തൊട്ട് മുൻപത്തെ വിവോയുടെ തന്നെ V21E നമ്മൾ ഈ പരിചയപ്പെടുത്തിയ ഒരു ചിപ്സെറ്റാണ് ഇതെന്ന് പറയുന്നത്. വലിയ നോർമലായിട്ട് ഉള്ള യൂസിങ്ങിനും അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ചിപ്സെറ്റ് തന്നെയാണ്. അത്യാവശ്യം ഒരുവിധം എല്ലാ 5G ബാൻഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് 5G വന്നു കഴിഞ്ഞാൽ 5G സപ്പോർട്ട് ചെയ്യുന്ന 5G റെഡി ആയിട്ടുള്ള ഒരു മോഡലാണ് Y75 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അതുപോലെ പ്രോസസ്സർ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. മനസ് വൈസ് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ക്യാമറ റിവ്യൂ ആയിട്ടൊന്നും ഇതിനെ കാണരുത് കേട്ടോ, ജസ്റ്റ് നോർമലായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ക്യാമറ നല്ല ക്യാമറ ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. സൂം ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല, നല്ലൊരു ക്വാളിറ്റി നോക്കി ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറ വൈസ് ഞാൻ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്, നല്ലൊരു ക്യാമറയാണ്, കൊള്ളാം. 50 MP ആണ് മെയിൻ ക്യാമറ, പിന്നെ ഒരു 2 ക്യാമറകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വൈഡ് ആംഗിൾ ക്യാമറ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.
അപ്പോൾ ഈ ഒരു 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൂടാതെ 2 മെഗാ പിക്സലിന് വീതം 2 ക്യാമറകളാണ് കൊടുത്തുള്ളത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്ന് മാക്രോ ക്യാമറയാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒബ്ജക്റ്റുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാം. മാക്രോ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം മാക്രോ ക്യാമറകളൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു ക്വാളിറ്റിയുള്ള മാക്രോ ക്യാമറയും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 2x വരെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെൻസ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വീഡിയോ നമുക്ക് നോക്കാം. 4K റെക്കോർഡിംഗ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇല്ല, 4K റെക്കോർഡിംഗ് ഒന്നുമില്ല. ഇതിനകത്ത് 1080 റെക്കോർഡിംഗേ വരുന്നുള്ളൂ. അതുപോലെ മോർ സെറ്റിങ്സിനകത്ത് 50 മെഗാ പിക്സലിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന മോഡ്, പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കൂടും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോർമൽ ക്യാമറ, അതായത് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ലോ ലൈറ്റിനകത്ത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ടോ ഓരോ ഹെയറും ഓരോ മുടിയിഴകൾ വരെ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറ വൈസ് അത്യാവശ്യം ഫ്രണ്ട് ക്യാമറ നല്ല ഭംഗിയുണ്ട്. ഇവിടെയും പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇവിടെയും ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ബൊക്കെ മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്. നമുക്ക് ഇത്തരത്തിൽ ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ 4K റെക്കോർഡിംഗ് ഒന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്രയും കുറച്ച് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ, സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ക്യാമറ വൈസും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിക്ക് വരാണെന്നുണ്ടെങ്കിൽ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അതിൻ്റെ കൂടെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി വൈസും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബാറ്ററിയാണ്. നമുക്ക് അത്യാവശ്യം ഒരു 1-2 ദിവസമൊക്കെ ചാർജ് നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യം, ഇതിനകത്തൊരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുക്കാമായിരുന്നു എന്നുള്ളത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ, പ്രത്യേകിച്ച് ഒരു 20K അബോവ് ആയതുകൊണ്ട് തന്നെ ഒരു AMOLED ഡിസ്പ്ലേ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി വേറെ നെക്സ്റ്റ് ലെവലായേനെ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.